നമസ്കാരം. ജാതക കഥകളിലെ 87ാമത്തെ കഥ ഒളിച്ചുവെച്ച നിധി. ബോധിസത്വൻ്റെ ഒരു ജന്മം ഭൂവുടമയായിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചങ്ങാതിയായി ഒരു ഭൂവുടമയും ഉണ്ടായിരുന്നു. അയാൾ വൃദ്ധനായിരുന്നെങ്കിലും ഭാര്യ യുവതിയാണ്. അയാൾ ആലോചിച്ചു, എനിക്ക് പ്രായമായി, എൻ്റെ ഭാര്യ കൊച്ചു പെണ്ണാണ്. ഞാൻ മരിച്ചാൽ ചെറുപ്പക്കാരെ ആരെയെങ്കിലും അവൾ വിവാഹം കഴിക്കും. പിന്നെ അവർ ഞാൻ സമ്പാദിച്ച ധനമെല്ലാം ധൂർത്തടിക്കും. ചുരുക്കത്തിൽ എൻ്റെ മകൻ പ്രായമാകുമ്പോൾ അവനൊന്നും കിട്ടുകയില്ല. അങ്ങനെ വരാതിരിക്കാൻ എന്താണൊരു വഴി? എൻ്റെ സമ്പാദ്യമെല്ലാം സ്വർണ്ണ നാണയങ്ങളാക്കി കാട്ടിലൊരിടത്ത് കുഴിച്ചിടാം. മകൻ പ്രായമാകുമ്പോൾ എടുത്തുകൊള്ളട്ടെ. അയാൾ തൻ്റെ സമ്പാദ്യമെല്ലാം സ്വർണ്ണ നാണയങ്ങളാക്കി അത് വലിയ കുടങ്ങളിൽ ശേഖരിച്ചു. വിശ്വസ്തനായ വേലക്കാരൻ നന്ദനെ കൊണ്ട് ആ നിധി എടുപ്പിച്ച് കാട്ടിലെത്തിച്ചു. അവിടെ ഒരു മരച്ചുവട്ടിൽ അതെല്ലാം കുഴിച്ചിട്ടു. എന്നിട്ട് വൃദ്ധൻ നന്ദനോട് പറഞ്ഞു, നല്ലവനായ നന്ദ, എൻ്റെ കാലശേഷം ഈ നിധി നീ എൻ്റെ മകന് കാണിച്ചു കൊടുക്കണം. അടയാളം മറക്കരുത്. കുറേ കാലം കഴിഞ്ഞ് വൃദ്ധൻ മരിച്ചു. മകന് പ്രായപൂർത്തിയായി. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മകനെ, നിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം നിധിയായി കാട്ടിലെവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ വേലക്കാരൻ നന്ദനെല്ലാം അറിയാം. അടുത്ത ദിവസം മകൻ വേലക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, നന്ദ, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും നിധി സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ ഏമാനെ, നന്ദൻ പറഞ്ഞു. അതെവിടെയാണെന്ന് അറിയാമോ? ആ യുവാവ് ചോദിച്ചു. കാട്ടിലാണ്, നന്ദൻ പറഞ്ഞു. പിറ്റേ ദിവസം ഒരു മൺവെട്ടിയും കുട്ടയുമായി നന്ദനെയും കൂട്ടി യുവാവ് കാട്ടിലേക്ക് പോയി. നിധി കുഴിച്ചിട്ടിരിക്കുന്ന മരത്തിനടുത്ത് എത്താറായപ്പോൾ യുവാവ് ചോദിച്ചു, നന്ദ, എവിടെയാണ് നിധി കുഴിച്ചിട്ട സ്ഥലം? അപ്പോഴേക്കും നന്ദൻ നിധി കുഴിച്ചിട്ടിരുന്നതിൻ്റെ നേരെ മുകളിൽ ചവിട്ടിയിരുന്നു. അവൻ അഹങ്കാരത്തോടെ യജമാനനെ ശകാരിച്ചു. എടാ എരപ്പാളിമോനെ, നിനക്കെവിടുന്നാടാ നിധി? വേലക്കാരൻ്റെ ഓർക്കാപ്പുറത്തുള്ള ഈ മാറ്റം കണ്ട് യുവാവ് ഒന്ന് അന്താളിച്ചു. എങ്കിലും അവൻ വേലക്കാരൻ്റെ ശകാരം കേട്ടതായി നടിച്ചില്ല. നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു നടന്നു. നന്ദനും ഒപ്പം പോയി. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും അയാൾ നന്ദനെയും കൂട്ടി കാട്ടിലേക്ക് പോയി. അന്നും ആ മരച്ചുവട്ടിലെത്തിയപ്പോൾ നന്ദൻ യജമാനനെ ശകാരിച്ചു. അത് കേൾക്കാത്ത ഭാവത്തിൽ അയാൾ അന്നും തിരിച്ചു പോന്നു. പക്ഷെ അയാൾ അത് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. നന്ദൻ നിധി കാണിച്ചു തരാൻ എന്നോടൊപ്പം വിനയത്തോടെ കാട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടെ എത്തുമ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവനെ പോലെ ശകാരിക്കുന്നു. എന്താണിതിന് കാരണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ്റെ സ്നേഹിതൻ ഒരു ഭൂവുടമയുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇതിൻ്റെ രഹസ്യം അറിയുമായിരിക്കും. അയാൾ ബോധിസത്വൻ്റെ അടുത്തെത്തി എല്ലാ കാര്യങ്ങളും അറിയിച്ചു. ഇതെല്ലാം കേട്ടിട്ട് ബോധിസത്വൻ പറഞ്ഞു, നിധി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നന്ദൻ നിലവിട്ട് പെരുമാറുന്നത്. വേലക്കാരനായ അവൻ്റെ ദേഹത്ത് പണത്തിൻ്റെ ആവേശം കയറുന്നത് കൊണ്ടാണത്. സാരമില്ല, അവനെ നിയന്ത്രിക്കാൻ ഒരു വഴിയുണ്ട്. എന്താണത്? യുവാവ് ഉത്കണ്ഠയോടെ ചോദിച്ചു. ഇനി അവിടെ ചെല്ലുമ്പോൾ അവൻ ശകാരിക്കാൻ തുടങ്ങിയാൽ ഉടനെ അവൻ്റെ കഴുത്തിന് പിടിച്ച് ദൂരേക്ക് തള്ളണം. പണത്തിൻ്റെ മേൽ നിന്ന് മാറുമ്പോൾ അവൻ്റെ ആവേശം തീരും. പിന്നെ നീ തന്നെ നിധി കുഴിച്ചെടുക്കണം. അത് ആ വേലക്കാരനെ കൊണ്ട് തന്നെ ചുമപ്പിച്ച് വീട്ടിലെത്തിക്കണം, ബോധിസത്വൻ പറഞ്ഞു. യുവാവ് ബോധിസത്വനെ നമസ്കരിച്ച് തിരിച്ചുപോയി. അയാൾ പിറ്റേ ദിവസം തന്നെ കാട്ടിലേക്ക് പോയി. ബോധിസത്വൻ പറഞ്ഞതുപോലെ നിധി സ്വന്തമാക്കി. ആ ധനം കൊണ്ട് അയാൾ ദാനധർമ്മങ്ങൾ നടത്തി ഒരു നല്ല ജീവിതം നയിച്ചു. നന്ദി.